വസ്ത്രധാരണത്തിലും സംസാര ശൈലിയിലും വ്യവഹാരങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാഫറുകളോട് താതാത്മ്യം പുലർത്താൻ പാടില്ല, സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ ഒരു ജനതയോട് സദൃശ്യം പുലർത്തിയാൽ അവരുടെ കൂട്ടത്തിൽ പെടും. മനസ്സിലായില്ല? അപ്പൊ അവർ നടക്കുന്നവർ നടക്കുക, അവരുടെ സംസ്കാരം സ്വീകരിക്കുക. മറ്റൊന്ന്, അവരുടെ നാട്ടിൽ അവരുടെ ആദർശം തിങ്ങി നിൽക്കുന്നിടത്ത് സ്ഥിരമായി താമസിക്കാൻ താല്പര്യപ്പെടുക. ഇസ്ലാമിന് ഉൾക്കൊള്ളാവുന്ന ഒരു നാട്ടിലേക്ക് പോകാൻ സൗകര്യം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാതിരിക്കും. ഇസ്ലാമിനെ പണയം വെച്ച് ജീവിക്കേണ്ട ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. കാരണം അള്ളാഹ് ചോദിക്കും, നിനക്ക് ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ ലോകത്ത് വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ, ഭൂമി വിശാലമായിരുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. സൂറത്തുൻ നിസായിലെ 97-98 ആയത്തുകൾ അതിന് തെളിവായിട്ട് നമ്മൾ വായിച്ചു. പിന്നെ വിനോദയാത്രയ്ക്ക് വേണ്ടി കാഫറുകളുടെ രാജ്യത്തേക്ക് യാത്ര പോവുക, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി, അത് പാടില്ല. ഇത് ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് ഇളവുണ്ടെന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു. അതല്ലാത്ത യാത്രകൾ. മറ്റൊന്ന്, മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുന്ന സംഘങ്ങളെ സഹായിക്കാം. മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇപ്പൊ ഇന്ത്യ രാജ്യത്തുള്ളവരാണ് വേറെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് വിചാരിക്കാം. ഒരിക്കലും മുസ്ലിങ്ങളെ തകർക്കുന്ന അന്യായമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ദേശീയതയുടെ പേര് പറഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും പേര് കണ്ടു ചെയ്യാൻ പാടില്ല, സഹായം നൽകാൻ പാടില്ല. അപ്പം മുസ്ലിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളെ സഹായിക്കുക, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ആളുകളെ പ്രശംസിക്കുക, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാകും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യക്കാരായി, വളരെ ഏറ്റവും പേഴ്സണൽ അസിസ്റ്റന്റുമാരായി, ഏറ്റവും അടുത്ത ആളുകളായിട്ട് കാഫറുകളെ വെക്കുന്ന സ്വഭാവം, നമുക്ക് മാർഗ്ഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരിക്കലും കാഫറുകളെ വെക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് തെളിവായി ഖുർആനിൽ നിന്ന് സൂറത്തു ആൽ ഇംറാനിലെ 118 മുതൽ 120 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ചില ഹദീസുകളും നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണ്ടായി. മറ്റൊന്ന്, അവർ നിശ്ചയിക്കുന്ന പ്രകാരമുള്ള കലണ്ടർ, അവരുടെ അവലംബം അനുസരിച്ചുള്ള തീയതി, ഇത് നമുക്ക് പാടില്ല. അതിൽ കുഫറും ചെറുക്കും അതിന്റെ കാലവും സമയമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം വേണം. അതേപോലെ അവരുടെ ഉത്സവങ്ങൾ, ശിർക്കന്മാരുടെ വിദായികളുടെ ഉത്സവങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല. ഇപ്പൊ ജന്മദിനം പോലുള്ള ഉത്സവങ്ങൾ, അതേപോലെ മറ്റൊരുപാട് ജയന്തികളുണ്ടല്ലോ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ലിം അതിനോട് സഹകരിക്കാൻ പാടില്ല. അത് ബന്ധവിച്ഛേദനം എങ്ങനെയെന്നുള്ളത് തെളിവായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരുടെ ഉത്സവങ്ങളിൽ സഹായിക്കുകയോ സഹകരിക്കുകയോ അതിന്റെ പങ്കാളികളാവുകയോ അവരുടെ ഉത്സവങ്ങൾക്ക് ആശംസ നേരുകയോ ചെയ്യാൻ പാടില്ല. ശിർക്കൻ ഉത്സവങ്ങളോട് ഒരു നിലക്കും സഹായം ചെയ്യാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കണ്ടായി. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചുള്ള യോഗ്യതകൾ, അവരുടെ നാഗരികത, ഇത് മുസ്ലിം രാജ്യങ്ങളുടെ കുഫർ സംസ്കാരങ്ങളുടെ സംസ്കാരങ്ങളുണ്ടല്ലോ, നദീര സംസ്കാരങ്ങളൊക്കെ, അതിൽ കുഫറിന്റെ സംസ്കാരങ്ങളുടെയൊക്കെ മദ്ഹുകൾ വിളംബരം ചെയ്യുക, അതിന് പിൻബലം കൊടുക്കുക, ആ നിലക്കുള്ള സംസാരം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താലും അവരുടെ പിഴച്ച അഖീദയെ മൂടി വെച്ചുകൊണ്ട് ആ നന്മ എടുത്തിട്ട് അയാളെ യോഗ്യനായി അവതരിപ്പിക്കാൻ ഒരിക്കലും ശിർക്കിന്റെയും കുഫറിന്റെ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, യോഗ്യന്മാരായി സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പാടില്ല. മറ്റൊന്ന്, അവരുടെ പേരിടരുത്. കാഫറുകൾ വ്യാപകമായി സ്വീകരിക്കുന്ന ഇസ്ലാമിക വ്യക്തിത്വം പുലർത്താൻ തയ്യാറില്ലാത്ത നാമങ്ങൾ ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് ആ തരത്തിലുള്ള പേരുകൾ ഇടാൻ പാടില്ല. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാനോ മർഹമത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനോ പാടില്ല. സൂറത്ത് തൗബയിലെ 113 ആയത്തിന് തെളിവായിട്ട് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ